തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ ദിവസത്തിന്റെ മണിക്കൂറുകളിൽ ജീവനുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഒന്നിച്ച് പങ്കിടുവാൻ ദൈവം തരുന്ന അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ടാണല്ലോ ദൈവവചനം പലരും ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഒരു മേഖലയിൽ ഈ ശുശ്രൂഷ ചെയ്യാൻ ദൈവം സഹായിക്കുന്ന ദൈവകൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ തിരുവചനത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, ഫോർ ദ ഗോസ്പൽ ഓഫ് ദ കിങ്ഡം ഷുഡ് ബി പ്രീച്ച്ഡ് ഓൾ ഓവർ ദ നേഷൻ. There comes the Son of Man. അല്ലെങ്കിൽ അന്ന് മനുഷ്യപുത്രന്റെ വരവാകും. ദൈവരാജ്യത്തിന്റെ സുവിശേഷം ലോകത്തൊക്കെ പ്രസംഗിക്കപ്പെടും. അപ്പോൾ ഈ ശുശ്രൂഷകൾ ഈ കാലങ്ങളിൽ ഇങ്ങനെ എല്ലാ മേഖലകളിൽ മീഡിയാസ് ദൈവം തമ്പുരാൻ ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ കർത്താവിൻ്റെ വരവിൻ്റെ ഒരു വലിയ മുന്നറിയിപ്പാണ്. അത് മനസ്സിലാക്കി എല്ലാവരും ഉൾക്കൊള്ളാൻ ഇടയാകട്ടെ. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കഴിഞ്ഞ ചില ദിവസങ്ങളായി വർഷങ്ങളായി ഈ ശുശ്രൂഷയെ ദൈവം സഹായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ മണിക്കൂറുകളിൽ വീണ്ടും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഒന്നിച്ച് ചിന്തിപ്പാനായി ദൈവസന്നിധി വിനയപ്പെടുന്നു. ദൈവമേ കരുണ ചെയ്യണേ, കൃപ ചെയ്യണേ, കടാക്ഷിക്കണേ എന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. വചനം കേൾക്കുന്നവരായി മാത്രം ഇരിക്കാതെ അതിനെ പ്രമാണിക്കുന്നവരോടായിരിക്കാൻ ആ കർത്താവ് നമ്മെ ഓർക്കും. അതുകൊണ്ട് അങ്ങനെ സഹായിക്കട്ടെ. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാൻ ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഓർമ്മിച്ചല്ലോ, അനേകരെ ദൈവവചനം കേട്ട് വിളിക്കുന്നുണ്ട്. അവർ അനുഗ്രഹമായി തീരുന്നു എന്ന് അറിയിക്കുന്ന സന്തോഷമുണ്ട്. സർവോപരി പ്രാർത്ഥനയ്ക്കായി വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരെ അനേകർ വിളിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശ്വാസത്തിന്റെ വചനങ്ങൾ കൊടുക്കുന്നു, കൗൺസിലിംഗ് കൊടുക്കുന്നു. ദൈവം വിടിവിക്കുന്ന എല്ലാ മഹത്വവും കർത്താവിനെ അർപ്പിച്ചുകൊണ്ട്, ദൈവ പാദപീഠങ്ങൾ അർപ്പിച്ചുകൊണ്ട് വീണ്ടും വിനയപ്പെട്ട് ദൈവകരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഈ മണിക്കൂറുകളിൽ ദൈവം നമ്മെ സഹായിപ്പാനായി, ദൈവത്തിന്റെ കൃപ ലഭിപ്പാൻ എല്ലാവരും ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. ദൈവവചനം അനുഗ്രഹമായി തീരട്ടെ. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ വീണ്ടും ഞങ്ങൾക്ക് ഇതിന്റെ വചനവുമായി നിന്റെ സന്നിധിയിലായിരിക്കാൻ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുള്ള ദൈവജനത്തെ ഒന്നിച്ച് ഈ കുടക്കീഴ് കർത്താവെ വചനത്തിന് മുമ്പാകെ കൊണ്ടുവരാൻ ദൈവം നൽകുന്ന എല്ലാ അവസരങ്ങൾക്കായും ദൈവത്തെ സ്തുതിക്കും. ഒന്നും യാദൃശ്യമല്ലല്ലോ, എല്ലാം നിന്റെ കരുണയെ കർത്താവ്. എല്ലാ മഹത്വവും ദൈവ കുഞ്ഞാടിനെ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും തിരുനാമം മഹത്വപ്പെടേണ്ടതിന് അടിയങ്ങളെ സഹായിക്കണമേ. ഈ മണിക്കൂറുകളിൽ നിന്റെ മക്കളെ വചനം മൂലം ശുശ്രൂഷിപ്പാനുള്ള ദൈവകൃപയും സ്വർഗീയ ജ്ഞാനവും പരിശുദ്ധാത്മശക്തിയും അടിയന് തരണേ. ശരീരത്തിലും ആത്മാവിലും ബലപ്പെടുത്തി നിർത്തണം. അതിനെ കേൾക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണമേ. നിത്യതയ്ക്ക് മുതൽ കൂട്ടായി തീരണം. സ്വർഗം മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ മണിക്കൂറുകളിലൊക്കെ നാം സ്ഥിരമായി ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മടങ്ങി വരവിന്റെ മേഖലകളെ കുറിച്ചൊക്കെ നാം ചിന്തിച്ചു. പല ചിന്തകൾ, പല ആലോചനകൾ ദൈവം തന്നു. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എല്ലാം ദൈവത്തിന്റെ കരുണയാണ് കേട്ടോ. ഈ മണിക്കൂറുകളിലും അങ്ങനെ ഒരു ചിന്ത വീണ്ടും നമ്മൾ ഒന്നിച്ച് ധ്യാനിക്കാൻ പോകുകയാണ്. അതായത് മലാക്കിയുടെ പ്രവചനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ളത്. അതെന്താ? എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരും. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോഴും നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ ഇതിനാൽ നിങ്ങൾ എന്നെ പരീക്ഷിപ്പീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. കർത്താവിൻ്റെ ഒരു വചനമാകട്ടോ. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസീയമാണ്, നമുക്കറിയാം. വായിച്ചു കേട്ടല്ലേ? ഇവിടെ ഇതൊരു വാഗ്ദത്തമാണ്, പക്ഷെ ഒരു വ്യവസ്ഥ, ഒരു കണ്ടീഷനുണ്ട് അല്ലേ? നിങ്ങളെ അനുഗ്രഹിക്കാമെന്ന വാഗ്ദത്തം, പക്ഷെ ഒരു കണ്ടീഷൻ, ഇങ്ങനെ ചെയ്താൽ. വേദോസ്തവം ഒക്കെ ഉള്ളവരാണല്ലോ, അതൊക്കെ തുറന്ന് വായിക്കണേ. നമ്മൾ വേഗത്തിൽ പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാം നിങ്ങൾക്ക് കിട്ടിയെന്ന് ഇരിക്കത്തില്ല, പക്ഷെ ആ വേദവചനം വെച്ച് പിന്നെ അതൊന്നുകൂടെ വായിക്കണം. എന്താ ഇവിടെ വിഷയം? വ്യവസ്ഥ പാലിച്ചില്ലെങ്കിൽ പരാജയപ്പെടും. വ്യവസ്ഥ പാലിക്കാൻ കഴിയണം. എന്താ വ്യവസ്ഥ? വ്യവസ്ഥ എന്താ? വ്യവസ്ഥ തെറ്റിച്ചോ?
8-ാം വാക്യത്തില് നമ്മൾ വായിച്ചു നോക്കിയാൽ അതോടൊന്ന് വായിക്കാം കേട്ടോ. എന്താ 8-ാം വാക്യം? മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകും. മനസ്സിലായോ? ഒരു ഭാഗത്ത് അനുഗ്രഹം പറഞ്ഞേച്ച് അത് പാലിച്ചില്ലെങ്കിൽ പിന്നെ ശാപമാ. ഇങ്ങനെ ചെയ്തില്ലേ കുഴപ്പമില്ലോ എന്ന് ചിന്തിക്കുന്നവരോട് പറയുക, അനുഗ്രഹത്തിന് പകരം ശാപം വന്നുകൂടും. അതുണ്ടാകരുത് കേട്ടോ. വളരെ ഗൗരവമായ ഒരു വിഷയമാണിത്. പക്ഷെ പലരും അതിനെ ഗൗനിക്കുന്നില്ല. അതിൻ്റെതായ ദോഷമുണ്ട്. ഞാനിപ്പോൾ പറയാം. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ മടങ്ങി വരവിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ട് വന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഈ മേഖലയിൽ ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. നമുക്കറിയാം, ആരും നശിക്കരുതെന്ന കർത്താവിന്റെ ആഗ്രഹം. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുകയാണ് ദൈവനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള മനോഹരമായ വാക്യം നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ദൈവം തന്നെ ആരും ശാപഗ്രസ്തരാകരുതെന്നും ആഗ്രഹിക്കും. അതുകൊണ്ടാണ് പിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം വെച്ച പ്രമാണങ്ങളെ ഉൾക്കൊള്ളണം. ഉൽപ്പത്തി പുസ്തകം മുതൽ തിരുവഴുത്തി നമ്മൾ വായിക്കും. ഉൽപ്പത്തി മുതൽ പലയിടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടൊരു സത്യമാണ് എന്തുവാ? ദശാംശം. അതോ ഒരു വിഷയമാണ്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇതേക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ദൈവത്തിന്റെ പുരോഹിതനായ മൽക്കീസദേക്കിന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു എന്ന് നാം വായിക്കും. തന്റെ സഹോദരപുത്രനായ ലോത്തിനെയും കുടുംബത്തെ എല്ലാം കൂടെ ശത്രു രാജാക്കന്മാർ പിടിച്ചോണ്ടുപോയി. അപ്പൊ അവരെ രക്ഷിക്കാനായി അബ്രഹാം തന്റെ വീട്ടിൽ ജനിച്ചവനുമായ അഭ്യാസികളുമായ 318 ആൾക്കാരെയും കൊണ്ട് പോയി ശത്രുവിനെ പരാജയപ്പെടുത്തി അവരെ വീണ്ടെടുത്ത് ആർക്കും ഒരു പോറൽ പോലും കേൾക്കാതെ മടക്കിക്കൊണ്ടുവന്നു. അങ്ങനെ മടക്കിക്കൊണ്ടുവരുന്ന സമയത്താണ് മൽക്കീസദേക്ക് ഇങ്ങനെ എതിരേറ്റ് ചെല്ലുന്നത്. അത് ചെല്ലുമ്പോഴാണ് ഇവർക്ക് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ രേഖപ്പെടുത്തി. വേദപുസ്തകം 14-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ വായിക്കാം. ആ സംഭവം നമുക്കറിയാമല്ലോ. അപ്പൊ ഉൽപ്പത്തി പുസ്തകം അവിടുത്തെ ഈ ദശാംശത്തെ കുറിച്ച് പറഞ്ഞ 28-ാം അധ്യായം, ഉൽപ്പത്തി 28-ാം അധ്യായത്തിൽ 10 മുതലുള്ള വാക്യങ്ങളിൽ വേറൊരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും യാക്കോബ് തന്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോയി. അപ്പനെ പേടിച്ച് ജ്യേഷ്ഠനെ പിടിച്ച് ഓടിപ്പോയ സംഭവമൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നു. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ സൂര്യൻ അസ്തമിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കും. സൂര്യൻ അസ്തമിച്ച് അവിടെ പാർത്തു. അവിടെ ഒരു കടന്ന ഒരു കല്ലെടുത്ത് തലണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവിടെ വെച്ചവനൊരു സ്വപ്നം കണ്ടു. സ്വർഗത്തോളം മുട്ടിയ ഒരു കോവണി, അതിൽ കൂടെ ദൈവദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യും. അതിൽ നിന്നുകൊണ്ട് ഒന്ന് സംസാരിക്കുക. എന്താ പറയുന്നത്? നിന്റെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു ഞാൻ, നിന്റെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു എന്ന് അവിടെ നിന്ന് പറയുക, യാക്കോബിനോട് പറയുക. അതിനുശേഷം ചില അനുഗ്രഹങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. 13 മുതൽ 16 വരെ കേട്ടോ. ഞാൻ നിന്നെ ഇന്ന പോലൊക്കെ ചെയ്യുന്നേ അനുഗ്രഹിക്കും, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്റെ സന്തതിയെ ഞാൻ പെരുപ്പിക്കും. അവിടെ ലോകത്തിൽ പല അനുഗ്രഹം ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് എടുത്ത് വായിക്കുന്നില്ല. നിങ്ങളത് വായിക്കണം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 28-ാം അധ്യായത്തിന് 13 മുതൽ 16 വരെ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് യാക്കോബ് രാവിലെ ഉറക്കമുണർന്നു. തലയണയായി വെച്ചിരുന്ന കല്ല് എടുത്ത് നാട്ടി അതിൽ എണ്ണ ഒഴിച്ചു അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. നേരത്തെ ആ സ്ഥലത്തിന്റെ പേര് ലൂസ് എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവനൊരു നേർച്ച നേർന്നു. അത് 20-ാം വാക്യത്തിലുണ്ട് കേട്ടോ. എന്തോ നേർച്ച? ഞാൻ പോകുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കും, ഞാൻ പോകുന്ന വഴി ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരീ, എന്നെ എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് സുഖത്തോടെ മടക്കി വരുത്തുകയും ചെയ്താൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തി ഈ കല്ല് ദൈവത്തിന്റെ ആലയമാവും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. അപ്പൊ യാക്കോബിനും ഈ സത്യം അറിയാമായിരുന്നല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ
അങ്ങനെയെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം, പഴയ നിയമ പിതാക്കന്മാർ മുതൽ അറിഞ്ഞിരിക്കുന്ന ഒരു സത്യമായത് ദശാംശം. പുതിയ നിയമത്തിൽ കർത്താവ് ഇത് പറഞ്ഞു. എന്താ പറഞ്ഞു അറിയാമോ? കർത്താവ് പറഞ്ഞു, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസർക്കുള്ളത് കൈസർക്കും കൊടുക്കാൻ. What it belongs to the Lord, let it go to the Lord, and what it belongs to the Caesar, let it go to Caesar. അതൊരു പ്രത്യേക സംഭവം, നാണയം കൊണ്ട് കാണിച്ചതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ്. പക്ഷെ ഒരു വലിയ സത്യം അവിടെ പ്രസ്താവിക്കുകയായിരുന്നു. ഇതേ കൈസർക്ക് എന്തുവാ കൊടുക്കുന്നത്? കൈസർ റെപ്രസെന്റ് ദ ഗവൺമെന്റ്. കൈസർ എന്ന് പറയുമ്പോൾ ഗവൺമെന്റിനെ റെപ്രസെന്റ്. ഗവൺമെന്റിന് നമ്മൾ എന്താ കൊടുക്കുന്നത്? ടാക്സ്. ദൈവത്തിന് എന്താ കൊടുക്കുന്നത്? ദശാംശം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ടൈത്ത്. സോ ദ ടാക്സ് ആൻഡ് ദ ടൈത്ത്. ഗവൺമെന്റിന് കൊടുക്കാനുള്ള ടാക്സ് കൊടുത്തില്ലേ പ്രശ്നമുണ്ടോ? ഉണ്ടാവും. ശാന്തമായി പരിശോധിക്കണം. പ്രശ്നമുണ്ടല്ലേ? അപ്പൊ ദൈവത്തിന് കൊടുക്കാതെ ടൈത്ത് കൊടുത്തില്ലേ പ്രശ്നമുണ്ടോ? പലരുടെയും താരം പ്രശ്നം ഇല്ലെന്നാ, പ്രശ്നമുണ്ട്. അതുകൊണ്ട് അവിടെ പരാജയപ്പെടാതിരിക്കാനാണ് ഈ മണിക്കൂറുകളിൽ ദൈവത്തിന്റെ ആലോചന വരുന്നത് കേട്ടോ. ദൈവത്തിന്റെ മക്കളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, ദൈവത്തിന്റെ പ്രമാണങ്ങൾ ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ് കേട്ടോ. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ശാപഗ്രസ്തരായി തീരുമെന്ന് ദൈവവചനം പറയുന്നു. അപ്പം ഇതൊരു പ്രമാണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ അടുത്ത ഭാഗത്തേക്ക് നീക്കുക. അതുകൊണ്ട് ഇഫ് ഹി ഫെയിൽ ടാക്സ് ഹി വിൽ ഹാവ് പണിഷ്മെന്റ്, അല്ലെങ്കിൽ നമുക്ക് ഫൈൻ വരും. ടാക്സ് കൊടുത്തില്ലേ, ദൈവത്തിന് കൊടുക്കാനുള്ള ടൈത്ത് കൊടുത്തില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ലെന്ന് വിചാരിക്കാതെ കറക്ഷന് വേണ്ടി സമയം എടുക്കട്ടെ. അപ്പൊ ഇനി ദശാംശം എന്താന്ന് വേഗത്തിൽ ഞാൻ ഓടിച്ച് പറയാം. വാട്ട് ഈസ് ടൈത്ത്? എന്താ ദശാംശം? മാത്തമാറ്റിക്കലി ഇറ്റ് ഈസ് 1/10. ഗണിതശാസ്ത്രപരമായി പറഞ്ഞാൽ അത് 10 അല്ലേ? 28-22 ഞാൻ യാക്കോബിന്റെ കാര്യം ഓർമ്മിപ്പിച്ചു. നീ എനിക്ക് തരുന്ന സകലത്തിലും വാട്ട് ഓൾ യു ഗീവ് മീ ഐ വിൽ ഗീവ് യു 1/10. ഞാൻ നിനക്ക് ദശാംശം തരും. ഇതൊരു മാത്തമാറ്റിക്കൽ, ദൈവത്തിന്റെ ഗണിതശാസ്ത്രത്തിന്റെ ഒരു പ്രതീകമാണിത്, ഒരു പ്രമാണമായത്. അവിടെ പരാജയപ്പെടരുതേ. സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ. അപ്പം ഗണിതശാസ്ത്രപരമായി ഇത് 10 കണക്കും പ്രകാരം അല്ലേ? പിന്നെ സ്പിരിച്വലി ഇറ്റ് ഈസ് എ ലോ. ആത്മീയമായി പറഞ്ഞാൽ ഇതൊരു നിയമമാണ്. ഡീറ്ററോണമി 14:22, അതായത് ആവർത്തന പുസ്തകം 14:22 ഇങ്ങനെ വായിക്കുന്നു, ആണ്ടുതോറും നിലത്ത് വിതച്ചുണ്ടാക്കുന്ന എല്ലാ വിളവിന്റെയും ദശാംശം നീ എടുത്തു വയ്ക്കണം. ദശാംശം എന്നുള്ളത് ദൈവത്തിന്റെ നിയമമാണ് കേട്ടോ. നിലത്ത് വിതയ്ക്കുന്നത് കിളിക്കുവാൻ തുടങ്ങുമ്പോൾ മുതൽ അതിന് തക്ക സമയത്തും മഴയും വെയിലും ഒക്കെ നൽകി നല്ല ഫലം ശേഖരിപ്പാൻ അനുവദിക്കുന്നത് ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തെ നീ മാനിക്കണം. മനസ്സിലായോ? ഇതൊരു സ്പിരിച്വൽ ലോയാണ്, ആത്മീയമായ ഒരു നിയമമാണ്. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഇതിനോട് ബന്ധപ്പെട്ടൊരു വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ ദൈവമായ യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെ ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കണം. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞു കവിഞ്ഞൊഴുകും. നിന്റെ ധനം കൊണ്ടും വിളവ് കൊണ്ടും ദൈവത്തെ മാനിക്കുന്നവന് ദൈവം കൊടുക്കുന്ന ഒരു വലിയ വാഗ്ദത്തം ഇവിടെയുണ്ട്. ദൈവത്തെ മാനിക്കണം. അപ്പൊ ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തെ മാനിക്കുകയാണെന്നാ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കേട്ടോ. ദൈവത്തെ മാനിക്കണം. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും.
മാനിക്കുന്ന പല കാര്യങ്ങളുണ്ട്, അതിലൊന്നായത്. ദൈവത്തെ മാനിക്കാൻ കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്നിപ്പം നിലത്ത് വിതച്ചുണ്ടാക്കുന്ന ആ വിളവിന്റെ അനുഭവമൊക്കെ തുലവും കുറഞ്ഞല്ലേ? കാരണം നല്ല പങ്ക് ആൾക്കാര് ഔദ്യോഗിക ജോലികൾ ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നവരാ. നല്ല ഭൂരിപക്ഷം അങ്ങനെയാ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ജോലിക്കുള്ള എല്ലാ സാധ്യതകളും, വിദ്യാഭ്യാസം മുതൽ ജോലി ചെയ്യാനുള്ള ആരോഗ്യം മുതൽ ബലവും ബുദ്ധിയും ശക്തിയും ഒക്കെ തരുന്നത് ദൈവമാണ്. ആ ദൈവത്തോടുള്ള നന്ദി സൂചകമായി നീ ദൈവത്തെ സ്തുതിക്കണം. അത് ഒന്നാമത്തെ കാര്യം. അറ്റ് ദ സെയിം ടൈം അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? നീ അവനെ മാനിക്കണം. എങ്ങനെ മാനിക്കണം? നിന്റെ വരുമാനത്തിന്റെ 10% ദൈവത്തിന് കൊടുക്കണം. കഴിയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നറിയാമോ? നീ ചിന്തിച്ചിട്ടില്ലാത്ത വിധത്തിൽ ദൈവം നിന്നെ നന്മ കൊണ്ട് അലങ്കരിക്കും. നിന്റെ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. എങ്ങനാ? വഴിയെ നടക്കുന്ന എല്ലാവരെയും അല്ല കേട്ടോ. പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. സ്പിരിച്വലി ഇറ്റ് ഈസ് എ ലോ. ഞാൻ ആദ്യം പറഞ്ഞു, മാത്തമാറ്റിക്കലി ഇറ്റ് ഈസ് 110, സ്പിരിച്വലി ഇറ്റ് ഈസ് എ ലോ. ഇത് ആത്മീയമായിട്ടൊരു നിയമമായത്. ഇവിടെ പരാജയപ്പെടരുതേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ഈ സത്യം പാലിക്കുന്ന ഒരു നല്ല കൂട്ടം ജനം ഇന്ന് ലോകത്തിലുണ്ട് കേട്ടോ. കണക്ക് വെച്ച് ആ ദശാംശം മാറ്റിവെച്ച് ദൈവവേലയ്ക്കും പാവങ്ങളെയൊക്കെ സഹായിക്കുന്നതിനും ഒക്കെ കൊടുക്കുന്ന അനേകരെ അറിയാം. അനേകരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ പല കാര്യങ്ങൾ അതിൻ്റെ മേഖലയിൽ പറയാനുണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കും. പക്ഷെ ഇവരാരും പരാജയപ്പെട്ടിട്ടില്ല. മേൽക്കുമേൽ ദൈവം അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നിയമം, അങ്ങനെ ഒരു പ്രമാണം ജീവിതത്തിൽ വെച്ച് കഴിഞ്ഞപ്പോൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങിയവര് പലരും പറഞ്ഞ അനുഭവ സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടോ. അത്ഭുതകരമായി ദൈവം ഉയർത്തിയ മണ്ഡലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം. ദൈവമേ, നിന്റെ നിയമത്തെ പാലിക്കാൻ കൃപ തരണേ, ദൈവത്തെ മാനിക്കാൻ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമല്ലേ സകലത്തിനും ബുദ്ധി തരുന്നത്, ജ്ഞാനം തരുന്നത്, ഓർമ്മശക്തി തരുന്നത്, തെറ്റുപറ്റാതെ ജോലി ചെയ്യുന്നത്. ശാന്തമായി പരിശോധിക്കണം. കമ്പ്യൂട്ടറിന് ലോകമാണിന്ന്. ഒരടി ഒരു തെറ്റ് പറ്റിയാൽ, ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ച ഒരു ഡോട്ട് ഇല്ലെന്ന് പോയി. ആൻഡ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ when God grants you every blessing to continue the work, glorify God. ഈ മേഖലയിൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താനിടയാകട്ടെ. ഓർക്കണം, ഇത് ദൈവത്തിനുള്ളതാ കേട്ടോ. അത് പറയാം. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇത് ആത്മീയമായി പറഞ്ഞാൽ ഇതൊരു ഒരു നിയമമാണ്. പിന്നെ മൂന്നാമത് പറഞ്ഞു, മോറലി ഇറ്റ് ഈസ് എ ഡെറ്റ്. ധാർമ്മികമായി പറഞ്ഞാൽ ഇതൊരു കടമ കേട്ടോ. ദൈവത്തിന് കടം, ദൈവത്തിന് നമ്മൾ കടക്കാരാ. മലാക്കി 3:8 മുമ്പേ വായിച്ചായിരുന്നു, ഒന്നുകൂടെ വായിക്കാം. എന്താ? മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ എന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കും. ദശാംശത്തിലും വഴിപാടിലും തന്നെ. Where you have robbed God in tithe and offering. ദശാംശം ദൈവത്തിൻ്റെത്. അത് നീ മോഷ്ടിക്കുന്നവനാകരുത്, മോഷ്ടിക്കുന്നവളാകരുത് കേട്ടോ. ഒരിക്കലും ഗതി പിടിക്കത്തില്ല ദൈവത്തെ മോഷ്ടിച്ചാൽ. രാവും പകലും വിശ്രമമില്ലാതെ ജോലി ചെയ്തിട്ടും എങ്ങും എത്തും ഇല്ലാതെ പോകുന്നവരുണ്ട്. പലര് പ്രാർത്ഥനയ്ക്കായി നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ചും പ്രാർത്ഥിച്ച വിഷയങ്ങളുണ്ട്. സാറേ ഇത്രയൊക്കെ വരുമാനമുണ്ട്, പക്ഷെ ഒന്നും തികഞ്ഞു പറ്റുന്നില്ല. തിരിഞ്ഞ് ചിന്തിക്കണം. അങ്ങനെ ഞാൻ തിരിച്ച് ചോദിച്ചവരുണ്ട് കേട്ടോ. അപ്പൊ അവര് പറഞ്ഞ് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമിച്ചാ പോരാ, അത് പാലിക്കണം. അത് കുറച്ചുള്ളത് മതി. എന്നെന്താ ചിന്തിക്കാത്ത?
ഇതൊരു കടമാ പ്രിയപ്പെട്ടവര്. കടം കിടക്കല്ലേ. ദൈവത്തെ തോൽപ്പിക്കാമോ എന്ന് കർത്താവ് ചോദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ മോഷ്ടിക്കുന്നവരായി തീരല്ലേ. ഒത്തിരി ഒത്തിരി അധ്വാനിച്ചിട്ടും ഓട്ടക്കടയിൽ ഇട്ട പോലെ അങ്ങ് പോവാ അല്ലേ. ശാന്തമായി പരിശോധിച്ച് കം ബാക്ക്, ഒന്ന് മടങ്ങി വരാം. ഹല്ലേലൂയ. വളരെ ശാന്തമായിട്ട് ഞാൻ പറയുന്നത്, ഇത് ഗവനിക്കേണ്ട വിഷയമായതുകൊണ്ട് ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഈ മണിക്കൂറുകളിൽ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ പറയാം. ദൈവം പഞ്ഞവാസിയായിട്ടൊന്നുമല്ല നമ്മളോട് ഇത് ചോദിക്കുന്നത്. അറിയാമോ? അതറിയാമോ? ദൈവത്തിന്റെ കാറ്റിൽസ് upon the 1000 hill, പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും സമുദ്രത്തെ സകല മത്സ്യങ്ങളും സകലതും ദൈവത്തിനുള്ളതാ. നമ്മുടെ ഒന്നും വേണ്ട ദൈവത്തിന്. പിന്നെന്താ? ഈ ടെസ്റ്റ് അവർ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം നോക്കുക. ദൈവം, നീ എങ്ങനെ ദൈവത്തോട് റിയാക്ട് ചെയ്യും, എങ്ങനെ നിനക്ക് കഴിയുമെന്നുള്ളത് കേട്ടോ. അവിടെ പരമാർത്ഥിയോടെ ജീവിച്ചാൽ, ദൈവത്തെ മാനിച്ചാൽ ദൈവം സഹായിക്കും. ഓക്കെ. അന്ന് മാത്രമല്ല, മുന്നോട്ട് വരുമ്പോൾ എക്കണോമിക്കലി ഇറ്റ്സ് എ ബ്ലെസ്സിങ്, ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. എക്കണോമിക്കലി അല്ലെങ്കിൽ ധനപരമായി സാമ്പത്തിക വിഷയമായി പറഞ്ഞാൽ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഒരു നിക്ഷേപമാണ്. അത് മനസ്സിലായിട്ടുണ്ടോ? തിരുവചനം 6 ലൂക്കോസ് 6:8-38 നമ്മൾ വായിക്കുന്നു. ലേ അപ്പ് യുവർ ട്രഷേഴ്സ് ഇൻ ഹെവൻ, നിങ്ങളെ സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചോളാൻ. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുന്ന ഭൂമിയിലല്ല, കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാത്ത സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ എന്ന് കർത്താവ് പറഞ്ഞതാ കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അവിടെ അങ്ങനെ ആയാൽ എന്തോ നിങ്ങൾക്ക് വലിയ അനുഗ്രഹം ദൈവം പകർന്നു വരുമെന്ന്. അമർത്തി കുലുക്കിയുള്ള ഒരു അനുഗ്രഹം ദൈവം നിറച്ചു തരുമെന്ന് ദൈവ വാഗ്ദത്തങ്ങളാ. പരിശോധിക്കണം. അറിയാൻ വയ്യായിരുന്നോ? പരിശോധിച്ചേ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ മണിക്കൂറുകളിൽ ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയിൽ ജീവിതങ്ങള് പരാജയപ്പെട്ടു പോയവര് മടങ്ങി വന്ന് ദൈവത്തിന് കൊടുക്കാൻ കഴിയട്ടെ. എക്കണോമിക്കലി ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ ചിലരായിരിക്കും കുറഞ്ഞു പോകും, കുറയത്തില്ല. പിന്നെ വേറെ ചിലരുണ്ട്, 100 രൂപ കിട്ടുമ്പോൾ 10 രൂപ ദൈവത്തിനോടെ കൊടുക്കുക. 1000 കിട്ടുമ്പോൾ 100 കൊടുക്കുക. പക്ഷെ 10000 കിട്ടുമ്പോൾ എങ്ങനെ 1000, 1 ലക്ഷം കിട്ടുമ്പോ എങ്ങനെ 10000 ഇങ്ങനെ ചിന്തിക്കുന്നു? നോ, അത് നിന്റെ അല്ല. അത്രയും മാറ്റി വെച്ചേച്ച് നീ ഒന്ന് ചെയ്തേ. ഞാനൊരു വലിയ സത്യം പറയാം, മനസ്സിലായോ? ദൈവത്തിന് കൊടുക്കാനുള്ളത് മാറ്റി വെച്ച് നീ ചെയ്താൽ 50,000 രൂപ നടക്കേണ്ട സ്ഥാനത്ത് 5000 കൊണ്ട് ദൈവം നടത്തി തരും. തിരിച്ചു പറഞ്ഞാൽ, മറിച്ചാണെങ്കിൽ 5000 കൊണ്ട് നടക്കേണ്ടത് 50,000 മുടക്കാലും ശരിയാകും. ഈ മേഖല വളരെ വിസ്തരിക്കേണ്ട വിഷയമാണ്, അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ ബുദ്ധിയുള്ളവരാണല്ലോ, മനസ്സിലാക്കും. ദൈവത്തെ മോഷ്ടിക്കാതെ നമുക്ക് ദൈവികമായ അനുഗ്രഹം സ്വർഗത്തിൽ നിക്ഷേപമുള്ളവരായി തീരാൻ ഇൻവെസ്റ്റ്മെന്റ് സ്വർഗത്തിലാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവാനുഗ്രഹം വേണം. പണത്തിന്റെ മേലൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ വേണം, എന്നാൽ ഇതിൽ അനുഗ്രഹമാകത്തുള്ളൂ കേട്ടോ. വേഗത്തിൽ പറയണമെന്ന് എനിക്ക് സമയം എന്ന് മാത്രമല്ല, സ്പിരിച്വലി ഇറ്റ് ഈസ് എ ബ്ലെസ്സിംഗ്. മലാസി 3:10 തന്നെയാണ്. ആത്മീയമായി പറയുമ്പോൾ ഇതൊരു വലിയ വിഷയമാണ്. ആത്മീയമായി പറയുമ്പോൾ എന്താണെന്നറിയാം? എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടത് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരും. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോഴോ നിങ്ങളെ ഞാൻ അനുഗ്രഹം പകരും. അനുഗ്രഹം, യെസ്, സ്ഥലം പോരാതെ വരുമ്പോഴോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര അനുഗ്രഹീതമായ ഒരു വിഷയം അല്ലേ? ദൈവത്തിന് ഈ കൽപ്പന പ്രമാണിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. ഭൗതിക വിഷയം മാത്രമല്ല കേട്ടോ, നിന്റെ എല്ലാ മേഖലകളെയും ദൈവം കവർ ചെയ്യും. ടോട്ടലി ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. എന്തുകൊണ്ടാണ് ബ്ലെസ്സിങ് വരുന്നത് അറിയാം? ബിക്കോസ് ഓഫ് ദ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ഗോഡ്. ദൈവത്തോട് നമ്മുടെ മനോഭാവം, ദൈവത്തെ മാനിക്കുന്ന, ദൈവത്തെ ആദരിക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. അതായത് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ, ദൈവത്തോടെ സന്തോഷത്തോടെ കൊടുക്കാൻ, സ്നേഹത്തോടെ കൊടുക്കാൻ, ആവുന്നിടത്തോളം കൊടുക്കാൻ, കഴിയുന്നിടത്തോളം കൊടുക്കാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ദ മാക്സിമം എക്സ്പെക്ടഡ് ഓഫ് ആൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് ബിലീവർ വാസ് 110. പഴയ നിയമത്തിലൊരു വിശ്വാസി ദൈവം കൊടുക്കാൻ പറ്റുന്ന വ്യവസ്ഥ മാക്സിമം ഏറ്റവും കൂടുതൽ 10-1. But in the New Testament, പുതിയ നിയമത്തിൽ the minimum expected is 110. കുറഞ്ഞ പക്ഷം 10-1 ദൈവത്തിന്റെ വേലയ്ക്കോ, ദൈവ വേലയ്ക്കോ, ദൈവ കാര്യങ്ങൾക്കോ ഒക്കെ കൊടുക്കണം. അത് ഞാൻ എൻ്റെ
ഞാൻ മനസ്സിലാക്കുന്നത്, കർത്താവ് പറഞ്ഞു ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തത് എനിക്ക് ചെയ്തെന്ന് പറഞ്ഞതുകൊണ്ട് ആഹാരമില്ലാതെ വരുന്നവനോ പാവപ്പെട്ടവനോ ദുഃഖിക്കുന്നവനോ ഒക്കെ ആ മേഖലയെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഒരു തകരാറുമില്ല, അങ്ങനെ നിങ്ങൾ ചെയ്യണമേ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഈ മേഖലയിൽ നിങ്ങളുടെ ഈ പണം മണ്ടൈന്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു വ്യക്തി വന്നാലും സഹായിപ്പാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് ആരെയും വിടണ്ട. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കും. ആകയാൽ ഈ മേഖലയിൽ ഒരു മടങ്ങി വരവ് നമുക്ക് ശാന്തമായി ദൈവകരങ്ങളൊന്ന് ശോധന ചെയ്യാം. കർത്താവെ, ആ വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ ശാപഗ്രസ്തരായി തീരാൻ, ദൈവത്തെ മോഷ്ടിക്കുന്നവരായി തീരുന്നവരായിട്ടല്ല, ദൈവാനുഗ്രഹം പ്രാപിച്ച് മുന്നേറാൻ കരുണയുടെ കരങ്ങളിൽ ഞങ്ങളെ വിനയപ്പെടുത്തുന്നു. എത്ര പേര് തീരുമാനമെടുക്കും? ദൈവത്തിന് സ്തോത്രം. ഈ മണിക്കൂറുകളിൽ ചിലർക്ക് ഇത് രൂപാന്തരത്തിനുള്ള സമയമാകട്ടെ. ആമേൻ. ആത്മാവ് രക്ഷപ്പെട്ടതുപോലെ ആമേൻ ഈ മേഖലയിലും ഒരു രക്ഷപ്പെടൽ നമുക്ക് വേണമല്ലോ. അതുകൊണ്ട് ശാന്തതയോടെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ഹാലേലൂയ. മറ്റാരോടും പറയേണ്ട, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കാര്യങ്ങളെ ക്രമീകരിച്ച് നിത്യതയിൽ ഹാലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവസന്നിധി ചെല്ലുമ്പോൾ, ഒരു നാൾ നീ ദൈവസന്നിധി ചെല്ലുമ്പോൾ നീ മാനിക്കപ്പെടുന്ന ഒരു ദിവസവും വരും. ഇവിടെ നിന്റെ കാര്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ ധാരാളമായ കൃപ വരും. നിന്റെ തലമുറയും ദൈവം അനുഗ്രഹിക്കും. വിടുതൽ വേണോ? കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാൻ, തെറ്റുപറ്റി ഏറ്റു പറഞ്ഞ് മനസ്സോടെ മടങ്ങി വന്ന് വിടുതലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ശാന്തമായി ഒന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കും. കണ്ണടയ്ക്കാം, തലകളെ വണക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമം ഈ മണിക്കൂറുകളിൽ ഞങ്ങൾക്ക് നൽകപ്പെടുന്ന നല്ല വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, സ്തോത്രം. നിന്റെ വചനത്തിൽ അനുഗ്രഹമുണ്ട്, അപ്പൊ തന്നെ ശാപമുണ്ട്. കർത്താവേ, വലിയൊരു സത്യം ഇന്ന് പകൽക്കാലം നിന്റെ ആത്മാവ് ജീവിതങ്ങളെ ഓർമ്മിപ്പിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. വിടുതലിന്റെ ദൈവമേ, സഹായിക്കണേ. ഹല്ലേലൂയ. ഭാരപ്പെടുന്ന വലിയൊരു കൂട്ടം ജനം ഞങ്ങളുടെ നടുവിലുണ്ട്, വേദനിക്കുന്നവരുണ്ട്, സുവിശേഷ യജ്ഞങ്ങളുണ്ട്. ഈ മേഖലകളിലൊക്കെ കർത്താവേ, ഹല്ലേലൂയ, നിന്റെ മക്കളിൽ കൂടാണ് നടക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കായി സ്തോത്രം. എന്നാൽ ആ മേഖലയിൽ പരാജയപ്പെട്ടു പോയ ശാപഗ്രസ്തരായി തീരാതെ ദൈവാനുഗ്രഹം പ്രാപിച്ചു ദൈവത്താൽ മാനിക്കപ്പെടേണ്ടതിന് ആമേൻ കറക്ഷൻസ് വരുത്തി മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിപ്പാൻ വചനം കേട്ട എല്ലാവരുടെ മേല് പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കരുടെ കരങ്ങളോട്ട് ഏൽപ്പിക്കട്ടെ. സ്വർഗം മഹത്വം എടുക്കണമേ. ജീവിത ആവശ്യങ്ങളിൽ ഭാരപ്പെടുന്നവരുടെ മേൽ ദൈവം കരുണ കാണിക്കണം. ആവശ്യങ്ങൾ ഇരിക്കുന്നവരെ സഹായിക്കണം. രോഗികളെ സൗഖ്യമാക്കണമേ. നാമം മഹത്വപ്പെടണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you.